25 ലക്ഷം രൂപ ആർക്ക്? നമ്മൾ ബിജു മേനോൻ അങ്ങോട്ട് തിരിച്ചു കൊടുക്കണമെന്ന് ഒരു കോണത്തിൽ പടം എടുത്ത് വെച്ചിട്ട് മനുഷ്യന്മാർക്ക് കാണാൻ കഴിയാത്ത പടം എന്നാണ് നടന്ന സംഭവം. ആരുടെ ഇങ്ങനത്തെ പടത്തിലെടുത്ത് വെക്കുന്നത്? ഒരു വസ്തുവിന് കൊള്ളാതെ ഒരു കഥയോ ഒരു ഇതും ഇല്ലാതെ 150 രൂപ നമ്മളത് പോയത് മിച്ചം. ഇവനൊക്കെ കൂടിയിട്ട് നമുക്കാന്ന് പൈസ തരണ്ട്, പ്രേക്ഷകർക്കാ പൈസ തരണ്ട്. ഇതുപോലുള്ള ഊള പടം കൊണ്ടുവന്നിട്ട് തിയേറ്ററിൽ കളിച്ചിട്ട് നമുക്ക് എത്ര പൈസ നഷ്ടമാണ്? നമുക്കല്ലേ പൈസ തരേണ്ടത്? അപ്പൊ നമ്മൾ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ പറയുകയാണ്, അയ്യോ 25 ലക്ഷം രൂപ ഈ ഉണ്ണികൃഷ്ണൻ ഇവന് കൊടുക്കണമെന്ന്. എന്തുകൊണ്ട് മോഹൻലാലിന്റെ മോനുണ്ടല്ലോ, പ്രണവ് മോഹൻലാൽ, ഏത് പ്രൊമോഷനാണോ വരാറ്? അയാൾ അഭിനയിച്ച സിനിമകളിൽ ഏത് പ്രൊമോഷൻ അയാൾ വരാറ്? ഒരു പ്രൊമോഷനും അയാൾ വരാറില്ല. അയാൾ സിനിമ അഭിനയിച്ച് അപ്പോഴും മുങ്ങുകയാണ് പതിവ്. അയാൾക്ക് മുങ്ങാൻ ബിജു മേനോന് പറ്റൂല. ബിജു മേനോൻ സിനിമ തിരക്കിന്റെ ഇടയിലാണ് വരാൻ പറ്റാണ്ടിരുന്നത്. അല്ലാതെ ബിജു മേനോന് വേറെ ഒന്നും അല്ല. കാരണം സിനിമ റിലീസ് ഈ നീട്ടിക്കൊണ്ടു പോകുമ്പോൾ ഇവരാകെ പ്രശ്നത്തിലാകും. ഒരു സിനിമയ്ക്ക് ഇവർ കരാർ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രൊമോഷൻ വരെ നിൽക്കണം എന്നാണ്. പക്ഷെ അതിന്റെ പ്രൊമോഷൻ ടൈമിനായിരിക്കും അവർക്ക് പറഞ്ഞു വെച്ച ഷൂട്ടിംഗ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇവരുടെ ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ക്ലാഷ് ആകും. അങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസ അവിടെ നഷ്ടം വരും. ഇവിടെ ഇപ്പോൾ 25 ആണെങ്കിൽ അവിടെ എന്ന് പറഞ്ഞാൽ 50 ലക്ഷം നഷ്ടം വരും. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പല നടന്മാരെന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ വരുമ്പോഴെന്ന് പറഞ്ഞാൽ കുറച്ച് വിട്ട് നിൽക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ബിജു മേനോൻ നിന്നത്. പിന്നെ വേറൊരു കാര്യം, പ്രൊമോഷൻ കൊണ്ട് മാത്രമൊന്നും പടം വിജയിക്കത്തില്ല, അതിൻ്റെ അകത്ത് വല്ലതും വേണം. അപ്പോൾ ബിജു മേനോനെ കൊണ്ട് 25 ലക്ഷം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ഭയങ്കരമായിട്ട് ചർച്ച നടത്തുന്നത്. അപ്പൊ അടുത്ത സിനിമേന്റെ പ്രതിഫലത്തിൽ തന്നെ അത് വാങ്ങിച്ചു തരണം. ഇതൊരു സംഘം, അതൊരു കൊള്ള സംഘം അല്ല, വേറെയൊന്നുമല്ല. അപ്പൊ ബിജു മേനോന്റെ അടുത്ത് വാങ്ങിക്കാം. പ്രണവ് മോഹൻലാൽ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. പ്രണവ് പോയി കഴിഞ്ഞാൽ ആഹാ, ബിജു മേനോൻ ഇട്ട് കഴിഞ്ഞാൽ ടൗസർ, പ്രണവ് ഇട്ട് കഴിഞ്ഞാൽ ബർമുട, അത്രയേ ഉള്ളൂ വ്യത്യാസം. അതായത് രാജാവിന്റെ മകൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ കുഴപ്പമില്ല, രാജാവിന്റെ മകൻ്റെതാണ് എല്ലാം എന്നുള്ള തരത്തിൽ. പക്ഷെ നേരെ മറിച്ച് ബിജു മേനോൻ ചെയ്തു കഴിഞ്ഞാൽ അയ്യോ അത് ഭയങ്കര പ്രശ്നമാണ്. അത് ഇതാണ്, ഇവന്മാരൊക്കെ ഭയങ്കര ഇരട്ടത്താപ്പാന്ന്. ആ പാപം ഹരീഷ് കണാറിനെ പിടിച്ചു വെച്ചിട്ട് പൈസ വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാണ്ടിട്ട് ആരെങ്കിലും ഒരുത്തം മിണ്ടുന്നുണ്ടായിരുന്നു? ഒരുത്തനും മിണ്ടത്തില്ല. ആ പാവം ഇപ്പം പിന്നെ സിനിമയില്ലാതെ അയാൾ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേരാപ്പാര മറ്റേ സ്റ്റേജ് ഷോ ആയിട്ട് നടക്കല ഒരു മനുഷ്യന്റെ എടുക്കുന്നത്. അപ്പൊ 20 ലക്ഷം റുപ്യ ആവില്ല കടം മേടിച്ചു എന്ന് പറയുന്നത്. അവസാനം എന്ന് പറഞ്ഞാൽ നമ്മളെ ചേട്ടൻപുള്ളി പറയുന്നത് എന്താ വെച്ചാൽ അത്രയൊന്നും കൊടുക്കാനില്ല, ശമ്പളം എന്നൊന്ന്. അപ്പൊ മലയാള സിനിമയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഇവരുടെയൊക്കെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഓളത്തിലെടുത്ത് വെച്ച് കഴിഞ്ഞാലും ജനങ്ങൾ പോയിട്ട് കുത്തിയിരുന്നത് കണ്ടോളുന്ന ഇവന്മാരുടെ വിചാരം. പകുതി പടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരമണിക്കൂർ പോലും കാണാനില്ല. ഏതൊക്കെ പടങ്ങൾ ഇപ്പോഴും വന്നു, എന്ത് കൂളപ്പടങ്ങൾ വന്നു. ആ പടങ്ങളൊക്കെ ഒരു അരമണിക്കൂർ കണ്ടു കഴിഞ്ഞാൽ കരച്ചിൽ വന്നു, നമുക്ക് നമ്മളെ പൈസ പോയല്ലോ എന്ന്. 150 രൂപ ഉണ്ടെങ്കിൽ കടലമണിയും കുറിച്ചുകൊണ്ട് നമുക്ക് ഏതെങ്കിലും കടപ്പുറത്ത് പോയിരിക്കായിരുന്നു ഇവന്മാർ. അല്ലെങ്കിൽ വേണ്ട എന്തെങ്കിലും ഒരു പോപ്കോൺ മേടിച്ചിട്ട് നമുക്ക് മാളിൽ പോയിട്ട് 5 മണിക്കൂർ ഇരിക്കാം. AC അടിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ പോയിരുന്നാൽ മതി. അല്ലാതെ യുവന്മാരുടെ യൂളപ്പടമത്തിന് പോയിട്ട് ഒരിക്കലും ഇരുന്നിട്ട് കാര്യമില്ല. ഒരു വൃത്തികെട്ട പടങ്ങൾ കുറേ എടുത്ത് വെക്കുവായിരുന്നു. ഒരു കഥയും ഉണ്ടാവില്ല, തലയും ഉണ്ടാവില്ല, ബാലും ഉണ്ടാവില്ല. പറയുന്നത് എന്താ? പ്രൊമോഷൻ ചെയ്തു കഴിഞ്ഞാൽ അങ്ങ് വലത്തിന്നാണ് യുവന്മാരുടെ വിചാരമായിരുന്നു. ഒരു വസ്തുവിന് കൊള്ളാത്ത പടങ്ങൾ ഇവരൊക്കെ ഇടുന്ന സംവിധാനം പഠിച്ചിനെ തന്നെ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ജിത്തു ജോസഫ് എന്ന് പറഞ്ഞ ഒരു വലിയ മനുഷ്യനൊക്കെ ഒരു സിനിമ ഇറക്കിയിനി. 5 പൈസ കൊള്ളത്തില്ല ആ സിനിമ. മനസ്സിലാക്കണം നിങ്ങൾ. അപ്പൊ മോഹൻലാലിന്റെ മോന്റെ അടുക്ക് ഇവർക്ക് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പാവപ്പെട്ട ബിജു മേനോന്റെ അടുക്ക് ഇവർ കാര്യങ്ങളൊക്കെ ചെയ്യും എന്നുള്ളതാണ്. ബിജു മേനോനെ എങ്ങനെയെങ്കിലും ഒന്ന് ഇരുത്താൻ വേണ്ടിയിട്ടും ഒന്ന് അയാൾ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. ചിലപ്പോൾ അയാളോട് ചോദിച്ച ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവില്ല. ആ ഡേറ്റ് വെച്ചിട്ട് ചിലപ്പോൾ പിന്നെ ഇവർ പ്രശ്നം ഉണ്ടാക്കുന്നതായിരിക്കും. അങ്ങനെയൊക്കെയാണ് ഇവരങ്ങനെയൊക്കെ ചെയ്യും. ഇതല്ല ഇതിനപ്പുറവും ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കറാ, എന്തുമാത്രം ആ ഒരു ഹരീഷ് കണാരൻ എന്ന് പറയുന്ന അയാൾ ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കല. അയാളെ സിനിമ വരെ ഇല്ലാതാക്കിയിട്ട് അതൊന്നും ചോദിക്കാൻ ഇവർക്ക് ആർക്കും കഴിയില്ല. അതൊന്നും ചോദിക്കണ്ട ഇവർക്ക്. ഏതെങ്കിലും പാവപ്പെട്ട പണക്കാരെയൊക്കെ ഇവർ നല്ല സൂക്ഷിച്ചിങ്ങനെ വെക്കും. അവർക്ക് വേണ്ടപ്പെട്ടവരെയല്ല, സിനിമാക്കാർക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട്. ആ വേണ്ടപ്പെട്ട ആൾക്കാർ മാത്രമാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രധാനപ്പെട്ട പ്രൊഡക്ഷൻ കൺട്രോളർ, അയാൾ എന്ന് പറഞ്ഞാൽ അയാളെ ഇതിൽ മാത്രമേ ഇപ്പോൾ സിനിമ നടക്കുന്നത്. വേറൊരാൾക്കും തൊടാൻ വേണ്ടി കൊടുക്കൂല. വേറെ ഒരാൾക്ക് പോലും സിനിമ തൊടാൻ വേണ്ടി കൊടുക്കൂല. അവർ കുറച്ച് ആൾക്കാർ ഇങ്ങനെ വീതം വെച്ചെടുക്കുന്ന ഒരു പരിപാടിയായിട്ട് സിനിമ ഇപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരിലൂടെയാണ് പ്രൊഡ്യൂസറെ കണ്ടെത്തുന്നത്, അതുപോലെ തന്നെ ആക്ടർമാരെ കണ്ടെത്തുന്നത്, നായികമാരെ കണ്ടെത്തുന്നത്. അവർക്ക് ഇഷ്ടമുള്ള, അവർക്ക് അടുക്കാവുന്ന, അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ വെച്ചിട്ട് അവർ സിനിമ എടുക്കുന്നത്. അതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒന്ന് മിണ്ടിക്കഴിഞ്ഞാൽ ആ നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓനെ ഉപരോധിക്കുക, അല്ലെങ്കിൽ ഓൻ്റെ കയ്യിൽ നിന്ന് പിഴവ് പണിക്കുക. എന്നാൽ പിന്നെ അങ്ങനെയാണെങ്കിൽ ഇവർ ആദ്യം പിഴവ് പണിക്കേണ്ടത് പ്രണവ് മോഹൻലാലിൻ്റെ കയ്യിൽ നിന്നാണ്. അയാൾ ഏത് പടത്തിനാടോ ഇത് പിന്നെ എന്താ പറയുക സഹകരിച്ചിട്ടുള്ളത്? അയാളെ പറ്റിയിട്ട് കംപ്ലൈൻറ്റ് പറയാൻ എല്ലാവർക്കും പേടിയായതുകൊണ്ടാണ് മിണ്ടാണ്ടിരിക്കുന്നത്. മോഹൻലാലിൻ്റെ മോനാണ്, ഇനി കംപ്ലൈൻറ്റ് പറഞ്ഞ് എന്തെങ്കിലും വേറെ പ്രശ്നം വരുമോ അതുകൊണ്ടല്ലേ എല്ലാവരും മിണ്ടാണ്ടിരിക്കുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിജു മേനോനെ മാത്രം പിടിച്ചിട്ട് ഇങ്ങനെ ഇതാക്കേണ്ട ആവശ്യം എന്നാണ്. നടന്ന സംഭവം എന്ന് പറയുന്ന സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ? ആ സിനിമക്ക് വേണ്ടിയിട്ടാവുമല്ലോ പ്രൊമോഷൻ വരാനി. അതിനൊന്നും പ്രൊമോഷൻ വരാതിരിക്കുന്നതാണ് നല്ലത്. അമ്മാതിരി കൂതറപ്പടം എടുത്ത് വെച്ചിട്ട് മനുഷ്യന്മാരുടെ ക്ഷമ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പൈസയും പോയായിരുന്നു. നമ്മൾ 200 റുപ്യക്ക് നമ്മളെ അധ്വാനിച്ചുണ്ടാക്കുന്ന 200 റുപ്യക്ക് ഒരു ബലിയില്ലേ?
നമ്മൾ നല്ല രീതിയിൽ പിന്നെ കല്ലിനോടും മണ്ണിനോടും വിടവെട്ടിയിട്ടുണ്ടാക്കുന്ന വൈഫിയാന്ന്. തെങ്ങിന് കിളക്കാൻ പോയി വന്നിട്ടാണ് നമ്മൾ ഓരോ ആൾ സിനിമക്ക് പോകുന്നത്. അതുപോലെ തന്നെ കല്ലിന്റെ പണിയും സിമെന്റിന്റെ പണിയും മേസ്തരി പണി ഇതെല്ലാം എടുക്കുന്നതാണ് ഈ സിനിമക്ക് പോകുന്നത് ഞായറാഴ്ച ഫാമിലിനെയും കൂട്ടിയിട്ട്. അല്ലാതെ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഉദ്യോഗസ്ഥന്മാർ ഇവരൊന്നും അല്ല. അവരൊന്നും ഈ സിനിമയും കാണാനല്ല. അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ പ്രൊജക്ടർ അവരുടെ വീട്ടിലുണ്ട്. അവിടെ വന്നേരെ അവരൊക്കെ കാണുള്ളൂ. ഈ ഒന്നുമില്ലാത്ത ടീമാണ്. ഇവന്റെ പൈസ ചെയ്തിട്ട് അവരോട് പുച്ഛോ, അവരെ പൈസക്ക് ഒരു വിലയില്ല. എന്തെങ്കിലും ഒരു പടം എടുത്തിട്ട് അങ്ങ് വിടുക. പണ്ടൊക്കെ അങ്ങനെയാണ്. പണ്ടൊക്കെ ശരിയാണ്. ഒരു സിനിമ പൊട്ടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ പിന്നെ അവൻ്റെ ചില സിനിമകൾ എന്ന് പറഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ പൊട്ടു. എന്നാൽ ഇത് അറിഞ്ഞുകൊണ്ട് എടുത്തിട്ട് മനുഷ്യന്മാരെ പറ്റിക്കുന്ന സ്വഭാവം ഇവർക്ക് തന്നെ അറിയാം. ഇത് പൊട്ടുന്നത് ഇതിന്റെ ചിലവോ 25 കോടി 30 കോടി വെറുതെ അങ്ങ് അടിച്ചു വിടുക. ഇപ്പം തന്നെ മോഹൻലാലിന്റെ ഒരു സിനിമ വരുന്നുണ്ട്, ഇത് ദൃശ്യം 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു 10 കോടി ഉറുപ്പിക പോലും ചിലവായിട്ടില്ല. പക്ഷെ അവരെ പരസ്യമാക്കലേണ്ട 100 കോടി ഇപ്പം തന്നെ ചിലവായി. ഇനിയിപ്പോൾ 200 കോടി കളക്ഷനിലേക്ക് കയറണം. അങ്ങനെ 300 കോടി ഇത് അടിക്കണം. ഇതൊക്കെ യുവമാരുടെ പരിപാടി. ഇതൊക്കെ ആരും മിണ്ടാതുകൊണ്ടാണ് എൻ്റെ അഭിപ്രായത്തിന്. ഈ സിനിമാക്കാർക്ക് തോന്നുന്നത് പോലെ തോന്നുന്ന രീതിയിലാണ് ഇപ്പം ചെയ്യുന്നത്. ഒരു സാധനം പോലും തിയേറ്ററിൽ നിന്ന് വാങ്ങിക്കാൻ കഴിയില്ല. മഴ പൈസയാ. എവിടെയാണ് 10 ഉറുപ്പ്യേൻ്റെ പോപ്കോൺ വെക്കുന്നത്? 100 ഉറുപ്പ്യക്കാ 10 ഉറുപ്പ്യേൻ്റെ പോപ്കോൺ. സകലേനും പൈസ കൂടുതലാ. അതിനെ പറ്റിയിട്ടൊന്നും യുവമാർക്ക് ഒരു ചോദ്യം ചോദിക്കണ്ട. സാധാരണക്കാരൻ്റെ പൈസക്ക് പുല്ല് വില കൽപ്പിക്കുന്നവന്മാർ സിനിമാക്കാർ. സാധാരണക്കാരൻ്റെ പൈസക്ക് ഒരു വിലയില്ല. അവൻ്റെ പൈസ അങ്ങ് എടുത്ത് ഏടിയില്ലാതെ വിലയാ കാപ്പിക്കല്ല. കാപ്പി എന്നാൽ സ്വർണം കൊണ്ടാണ് ഉണ്ടാക്കിനി? അതാ എനിക്ക് ചോദിക്കാമല്ലോ. സ്വർണം കൊണ്ടാണ് ഈ കാപ്പി ഉണ്ടാക്കിനി? ചോദിച്ചു കഴിഞ്ഞ് 20 ഉറുപ്പ്യ 10 ഉറുപ്പ്യ വെളിയിലുള്ളൂ. എന്നാൽ ആടെ എന്താ പ്രശ്നം? എന്താ ആടെ എന്താ? ഗ്യാസിന് വേറെ പൈസ കൊടുക്കണ, സ്റ്റൗവിന് വേറെ പൈസ കൊടുക്കണ, ഈ പിന്നെ തിയേറ്ററിൻ്റെ ഉള്ളിൽ എന്നൊക്കെ വേറെ പൈസ കൊടുക്കണ. സാധാരണ പുറത്തുള്ള വില എടുത്താൽ പോരെ? പുറത്തുള്ള വിലയത്തിന് അത്രയേ കൊടുക്കാതൂ. ഇതെന്ന് പറയുന്നത് ഈ മറ്റേ കപ്പിൽ തരുന്ന പേര്. എന്തിനാ ബേൺസ് ചെയ്യാൻ കുറേ ആളുണ്ടാവും, സൊസൈറ്റിക്കാരുണ്ടാവും. പക്ഷെ സാധാരണക്കാരന് കൊണ്ടുവന്ന് ബേൺസ് ചെയ്യാൻ പറ്റുമോ? ഞാനിപ്പോഴും തേയില അറിയാ സിനിമക്ക് പോകുമ്പോൾ 40 ഉറുപ്പ്യേൻ്റെ അച്ചപ്പം കൊണ്ട് പോക്ക്. എന്നാ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞാൽ ഇനി 80 ഉറുപ്പ്യാന്ന്. അതുകൊണ്ട് 40 ഉറുപ്പ്യക്ക് നമ്മൾ വെളിയിൽ നിന്ന് മേടിച്ചിട്ട് മകളിലെ പോക്കറ്റ് താക്കൂ. ചിലപ്പോൾ അവൻ പറയാ കൊണ്ടുപോകാൻ പറ്റില്ല, വളർന്ന് അറിയാമായിരുന്നു. അത്രയേ ഉള്ളൂ. പുറത്തുനിന്ന് സാധനം മേടിച്ചിട്ട് ഞാനിപ്പോൾ സിനിമയ്ക്ക് നോക്കായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒന്നും വാങ്ങിക്കാൻ പറ്റൂല. അവസാന പൈസയുമാർ പിടിച്ചു വരികയെന്ന് പറയുന്നത്. എന്താ അറിയാം, ഇത് ഭയങ്കര എന്തോ സംഭവം, എന്തോളം സംഭവമാണ് പറയുന്നത്. അങ്ങനെ മനുഷ്യന്മാരെ പിടിച്ചു പറിക്കുന്ന സിനിമാക്കാർ യുവമാർ എന്നിട്ട് ആ ബിജു മേനോനോട് മാത്രം 25 ലക്ഷം ഉളുപ്പുണ്ടോ എങ്ങൾക്കല്ല? ആ ബിജു മേനോൻ്റെ പൈസ കഴിക്കാൻ ഉളുപ്പുണ്ടോ എങ്കല്ലായിരുന്നു കുറച്ചെങ്കിലും? ആദ്യം പിന്നെ ആ പ്രണവ് മോഹൻലാലിനോട് എനിക്ക് ഏത് സിനിമക്കായാൾ ഇത് വന്നിന്? ഏതെങ്കിലും ഒരു സിനിമക്കായാൾ വന്നിട്ടുണ്ടോ? ഈ അയാളെന്താ അയാൾ വലിയ ഇതുപോലെ പറയുന്നില്ല. അയാൾ വാവാട്ടാ. പ്രണവ് മോഹൻലാലിനോട് എനിക്ക് വ്യക്തിപരമായിട്ടൊന്നുമില്ലേ ഉള്ള കാര്യം പറയുന്നത് എന്താ? പക്ഷെ പ്രണവ് വരാറില്ല എന്ന് എല്ലാവരും പറയുന്ന കാര്യം തന്നെയാണ്. മോഹൻലാലിൻ്റെ മകനാണ്ട് ആരും ചോദിക്കാറുമില്ല. അത്രയേ ഉള്ളൂ. അത് ഞാൻ തുറന്നു പറഞ്ഞേ ഉള്ളൂ. പ്രണവിനോട് എനിക്ക് ഒരു വൈരാഗ്യമില്ല. ഉളമേ പാവം ചെക്കനാണ്, നല്ലൊരു മനുഷ്യനാണ്, ഒരു മനുഷ്യസ്നേഹിയാണ് അയാൾ. അത്രേ എനിക്ക് പറയാനുള്ളൂ. ആദ്യം പോയിട്ട് നിങ്ങൾ നന്നാകാറുണ്ട്, എന്നിട്ട് നിങ്ങൾ വേണിക്ക്. നന്ദി, നമസ്കാരം.